നമസ്കാരം. ഇന്ന് നമ്മളൊരു യാത്രാ വീഡിയോ ആണ് ഇടുന്നത്. രാമേശ്വരത്തേക്കുള്ള യാത്രയാണ്. നമ്മുടെ യാത്ര പുറപ്പെടുന്നത് ഷൊർണൂരിൽ നിന്നാണ്. നമ്മൾ ഇൻ്റർസിറ്റിക്ക് 3:50 ട്രെയിനിന് കയറി 6:15 കൂടി കോയമ്പത്തൂർ എത്തിച്ചേരും. അവിടുന്ന് നമുക്ക് ട്രെയിന് ഉള്ളത് 7:45 അത് പുലർച്ചെ ബുധനാഴ്ച മോർണിംഗ് 6:15 അവിടെ എത്തും. അതേപോലെ അന്ന് നൈറ്റ് തന്നെ നമ്മൾ അവിടെ നിന്ന് തിരിക്കുന്നുണ്ട് 7:30 ട്രെയിനിന്. അത് 6:30 കൂടിയിട്ട് കോയമ്പത്തൂർ എത്തും. അവിടുന്ന് 7:50 എൻ്റെ നാടായ പട്ടാമ്പിക്ക് ട്രെയിനുള്ളത്. 11 മണിക്കാണ് അത് പട്ടാമ്പി എത്തുന്നത്. എല്ലാം റിസർവേഷൻ ചെയ്തതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഫ്രണ്ട് മനോജ് ആണ് ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്ത് നമ്മളെ സഹായിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കവിടെ എത്തി റൂമെല്ലാം അവൻ ഇവിടെ നിന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തന്നു. 2000 രൂപയാണ് റൂമിന് വന്നിട്ടുള്ളത്. നമുക്ക് നൈറ്റ് സ്റ്റേ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ AC വേണ്ടാന്ന് വെച്ചു. AC ഉണ്ടെങ്കിൽ 2500 വരുന്നത്. നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ടെമ്പിൾ ആയതുകൊണ്ട് ഓട്ടോറിക്ഷക്കാരെ വിളിച്ചാരും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ടവേരയാണ് കിട്ടി. 200 രൂപയാണ് അവർ ഈടാക്കിയത്. അതുപോലെ തിരിച്ച് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടുന്ന് ഓട്ടോറിക്ഷ കിട്ടി. 100 രൂപയാണ് അതിനവർ വാടക വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്കവിടെ രാമേശ്വരം ചുറ്റി കാണാൻ 1200 രൂപയാണ് ഓട്ടോ ചാർജായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് സ്റ്റേഷൻ വലിയത് കിട്ടുന്നുണ്ട്. തിരിച്ച് രാമേശ്വരത്തു നിന്ന് കോയമ്പത്തൂർക്ക് വരുമ്പോൾ ചെറിയ ചെറിയ സ്റ്റേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ല, ട്രെയിനിലും അവൈലബിൾ അല്ല. അപ്പോൾ കഴിയുന്നത് നമ്മൾ രാമേശ്വരത്തു നിന്ന് തന്നെ പാർസൽ വാങ്ങി ട്രെയിനിൽ കയറുന്നതാണ് നല്ലത്. യാത്ര വളരെ മനോഹരമായിരുന്നു. പാലക്കാട്ടു നിന്ന് കോയമ്പത്തൂർക്കുള്ള യാത്രയിൽ നമ്മുടെ പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകൾ തന്നെ കാണാൻ പറ്റി. അതുപോലെ തന്നെയാണ് നമ്മുടെ പാമ്പൻ പാലം, വളരെ മനോഹരമാണ്. അതിൻ്റെ പകൽ വ്യൂവും അതേപോലെ രാത്രിത്തെ വ്യൂവും നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അമ്പലമാണെങ്കിലും നല്ല രസമുള്ളൊരു അമ്പലമാണ്. അത്യാവശ്യം തിരക്കുണ്ടെങ്കിൽ പോലും നമുക്ക് എവിടെയും നിൽക്കേണ്ടി വന്നില്ല. ഒരേ ഫ്ലോയിൽ പോകുന്നതുകൊണ്ട് നമുക്ക് സുഖമായി ദർശനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ തീർത്ഥക്കുളത്തിൽ മുങ്ങാനും കടലിൽ പോയിട്ട് സ്നാനം ചെയ്യാനുമെല്ലാം നമുക്ക് സാധിച്ചിട്ടുണ്ട്. തീർത്ഥക്കുളത്തിൽ മുങ്ങാൻ നമുക്ക് ഒരാൾക്ക് 25 രൂപയാണ് അവർ ഈടാക്കുന്നത്. നമ്മുടെ റൂം ഒരു കടലിനോട് ചേർന്നിട്ടാണ് ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ റൂം വരുന്നത്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ്. ഹോട്ടൽ അംബിക എന്നാണ് നമ്മുടെ ഈ ലോഡ്ജിൻ്റെ പേര്. ഇവിടുന്ന് ഏകദേശം ഒരു 20 മീറ്റർ ദൂരമേ ഉള്ളൂ നമ്മുടെ അമ്പലത്തിലേക്ക്. 2 ദർശനമാണുള്ളത്. ഒന്ന് സാധാ ദർശനവും ഇതുപോലെ പൈസ കൊടുത്തുള്ള ഒരു ദർശനവും ഉണ്ട്. ഇതാണ് നമ്മുടെ കിഴക്കേ നട. ഞങ്ങൾ ധനുഷ്കോടിയിലേക്കുള്ള യാത്രയിലാണ്. റോഡിൻ്റെ ഇരുവശവും കടലാണ്. ഒന്ന് ബംഗാൾ ഉൾക്കടലും ഒന്ന് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രവും. രണ്ടും കടലിലെ വെള്ളത്തിന് നല്ല നിറവ്യത്യാസമുണ്ട്.
ഇതൊരു ഡാർക്കായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഓപ്പോസിറ്റ് കടൽ നമുക്ക് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് ഫീൽ ചെയ്യുന്നത്. ശ്രീരാമൻ്റെ ചെറിയൊരു അമ്പലമാണ്. ചെറിയ ഒരു മണൽക്കാറ്റടിക്കുന്നുണ്ടെങ്കിലും യാത്ര നല്ല രസമുള്ളതായിരുന്നു. ചെറിയ ചൂടുമുണ്ട്, എങ്കിലും മനോഹരമായൊരു യാത്ര തന്നെയാണ്. രണ്ട് സൈഡും കടലിലൂടെ ഉള്ള ഈ ഒരു യാത്ര വളരെ സന്തോഷം നിറഞ്ഞതും കാണാൻ വളരെ ഭംഗിയുള്ളതുമാണ്. ഇതാണ് നമ്മുടെ പഴയ ധനുഷ്കോടി. ആഴ്ചയിൽ 2 ദിവസമാണ് ട്രെയിനുള്ളത്. ചൊവ്വാഴ്ച കോയമ്പത്തൂരിൽ നിന്ന് രാമേശ്വരത്തേക്ക്, അതുപോലെ ബുധനാഴ്ച രാത്രി അവിടെ നിന്ന് തിരിച്ച് 7:30 കൂടിയിട്ട് പുറപ്പെട്ട് 6:00 കോയമ്പത്തൂർ എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ട്രെയിനുള്ളത്. ഇതാണ് നമ്മുടെ ധനുഷ്കോടി. ഇവിടെ നിന്ന് നമുക്ക് ശ്രീലങ്കയുടെ ചെറിയൊരു ഭാഗം ബൈനോക്കുലറിൽ കാണിച്ചു തരുന്നുണ്ട്. 20 രൂപയാണ് അതിന് ഈടാക്കണത്. ഇത് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കയറിയൊരു അമ്പലമാണ്. തിരിച്ച് ഞങ്ങൾ രാമേശ്വരത്ത് തന്നെ എത്തി. തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയിലാണ്. മഴയില്ലാത്തതിനാൽ യാത്ര വളരെ സുഖകരമായി. ഇതാണ് നമ്മുടെ പാമ്പൻ പാലത്തിൻ്റെ രാത്രി വ്യൂ. അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവണം. താങ്ക് യു.